പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 4-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ ദിവസങ്ങളിൽ അനേക ദൈവക്കുഞ്ഞുങ്ങൾ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, ഉരുൾപൊട്ടൽ, പ്രളയ ദുരന്തങ്ങൾ, അനവധി കഷ്ടതകളിൽ കൂടെ അനേകർ കടന്നു പോകുന്നു. ഭവനം നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, വാഹനങ്ങളെ നഷ്ടപ്പെട്ടവർ, എത്രയോ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടവർ, അധ്വാന ഫലങ്ങൾ, അവരുടെ ബിസിനസ്സുകൾ, അങ്ങനെ ഏറിയ നഷ്ടങ്ങൾ അനുഭവിച്ചു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ശരണം പ്രാപിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവകൃപയോടുകൂടെ അവിടെ എവിടെയായി സൂക്ഷിച്ച് പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 41-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. വേദപുസ്തകത്തിൽ നല്ലൊരു ഭാഗവും എളിയവരോടും ദരിദ്രരോടും വിധവമാരെയും അനാഥരെയും രോഗികളെയും സംരക്ഷിക്കുന്നതിനെ പറ്റിയും അവരുടെ ഉദ്ധാരണത്തിനായി പ്രവർത്തിക്കേണ്ടതിനെ പറ്റിയും ആണെന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ ദരിദ്രനെ അവൻ്റെ കയ്യിലുള്ളതും പിടിച്ചു പറിച്ച് കൂടുതൽ ദരിദ്രനാക്കുകയും എളിയവനെ ചവിട്ടിത്താഴ്ത്തി അവൻ്റെ മേൽ കയറി നിന്ന് സമ്പന്നരാകുവാൻ നോക്കുന്നവരും കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. യേശുക്രിസ്തു ഉപദേശങ്ങളിലും സംസാരങ്ങളിലും മാത്രമല്ല ലാളിത്യമുണ്ടായിരുന്നത്. ലോകത്തിൽ ഒരു പരമദരിദ്രനായി പിറന്നു, ദരിദ്രനായി ജീവിച്ചു മരിച്ചവനാണ് ക്രിസ്തു. തൻ്റെ ജനനം പോലും എത്രയോ നികൃഷ്ടമായ നിലയിലായിരുന്നു. ദരിദ്രനായി പിറന്ന യേശു ജീവിതത്തിലും ഭക്ഷണത്തിലും പാർപ്പിട കാര്യത്തിലും കഷ്ടവും ദാരിദ്ര്യവും അനുഭവിച്ചതുപോലെ ലോകത്തിലൊരു വ്യക്തിയും അത്ര അനുഭവിച്ചിട്ടുണ്ടാകില്ല. ദൈവത്തിന് മനുഷ്യനാകാൻ കഴിഞ്ഞു, എന്നാൽ മനുഷ്യന് നല്ലൊരു മനുഷ്യനാകാൻ ഇന്നും കഴിഞ്ഞിരുന്നില്ല. സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിപരമായും ആരോഗ്യപരമായും തുടങ്ങി ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല. സമ്പന്ന രാജ്യങ്ങളിലും ദരിദ്രനുണ്ട്, ദരിദ്ര രാജ്യങ്ങളിലും സമ്പന്നരുമുണ്ട്. പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ സ്വന്തം ജനത്തെ എത്തിച്ചപ്പോഴും ദരിദ്രർ നിങ്ങളുടെ ഇടയിൽ ഇല്ലാതെ പോകുകയില്ല എന്നാണ് ദൈവം അരുളി ചെയ്തത്. ഒരാൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ജീവിതത്തിൽ പല കാര്യങ്ങളിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവഗണിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ലാത്തതിനാൽ നാം പലപ്പോഴും ഞെരുക്കത്തിലും സങ്കടങ്ങളിലും കൂടെ കടന്നു പോകേണ്ടി വരുന്നു. എളിയവർക്ക് നീതിയും ന്യായവും നടത്തി കൊടുത്തില്ലെങ്കിലും അവൻ ഉപദ്രവിച്ചാലും അവൻ്റെ വസ്തുവക അപകരിച്ചാലും അവന് വേണ്ടി വാദിക്കാനും ചോദിക്കാനും ആരും വരില്ല എന്ന ചിന്തയും പലർക്കും ഉണ്ട്. എന്നാൽ അവന് വേണ്ടി വാദിക്കുവാൻ അവൻ്റെ സൃഷ്ടാവായ ദൈവം മുകളിലുണ്ടെന്ന സത്യം ഇവർ അറിയുന്നില്ല. എന്നാൽ സ്തോത്രം, ഒരു നാളിൽ അതറിയുക തന്നെ ചെയ്യും. നിശ്ചയമായിട്ടും അവഗണനയും കണ്ട്, എളിയവൻ്റെ പീഡയും അവഗണനയും കണ്ട് അടങ്ങിയിരിക്കുന്നവനല്ല സ്നേഹവാനായ ദൈവം. ഒരിക്കൽ ദാവീദ് തൻ്റെ മകനായ അബ്സലോമിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ എളിയവനായ ദാവീദിനെ ശിമയി കല്ലുവാരി എറിയുകയും ശപിക്കുകയും ചെയ്തു. എന്നാൽ ബർസില്ലായി എന്ന വയോധികൻ ദാവീദിന് വേണ്ടി ഇതെല്ലാം കൊടുത്തു അവനെ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് ദാവീദിൻ്റെ മരണസമയം ശലോമോന് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ബർസില്ലായിയുടെ
മക്കൾക്ക് കരുണ ചെയ്യണമെന്ന് ദാവീദ് നിർദ്ദേശിക്കുവാനിടയായി. ആമേൻ, സ്തോത്രം. പ്രിയ ദൈവവൈതലേ, എളിയവനെ ആദരിച്ചാൽ അവൻ്റെ സന്തതികളെയും ദൈവം ആദരിക്കുവാനിടയാകും എന്നുള്ളതിന് സംശയമില്ല. ഈ കാലഘട്ടങ്ങളിൽ എളിയവരെ അകറ്റി നിർത്തുവാനാണ് അനേകർ ആഗ്രഹിക്കുന്നത്. ആമേൻ, സമ്പന്നരെ ചേർത്ത് നിർത്തുവാനും എളിയവരെ ആട്ടിപ്പായിക്കുവാനും, ആമേൻ, എളിയവരെ ബുദ്ധിപരമായി അകറ്റി നിർത്തുവാനൊക്കെ ആമേൻ ആഗ്രഹിക്കാൻ വെമ്പൽ കൊള്ളുന്ന അവൻ ഈ ലോകത്തിൽ, ആമേൻ, സ്തോത്രം, ഒരു എളിയവനെ ആദരിച്ചാൽ അവൻ എങ്ങനെയായിരിക്കും, അതിനുള്ള മറുപടി എന്തായിരിക്കുമെന്നൊക്കെ തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. എളിയവനെ കർത്താവ് വിചാരിക്കും. ആര് വിചാരിച്ചില്ലെങ്കിലും എളിയവനെ കർത്താവ് വിചാരിക്കും. ദൈവം എളിയവരെ വിടുവിക്കും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദരിദ്രർക്കും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദരിദ്രനെ ആദരിച്ചില്ല എങ്കിൽ എന്നൊക്കെ ചോദിച്ചെന്ന് വന്നേക്കാം. പക്ഷേ അവൻ എളിയവനെ, ദരിദ്രനെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. എളിയവനെ വിടിവിപ്പാൻ ദൈവം വലത്തുഭാഗത്ത് അവൻ നിൽക്കുമെന്നും ദൈവവചനം പറയുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്നും ദൈവം ഉയർത്തും. എളിയവൻ്റെ നിലവിളി കേൾക്കും ദൈവം. ആമേൻ, എളിയവന് വേണ്ടി ദൈവം എഴുന്നേൽക്കുവാനിടയാകും. ആരും എഴുന്നേറ്റില്ലെങ്കിലും എളിയവന് വേണ്ടി ദൈവം എഴുന്നേൽക്കുവാനിടയാകും. എളിയവനെ ദൈവം എളിയവന് ദൈവം ഒരു ദുർഘമായിരിക്കും. ആമേൻ, അഭയമായിരിക്കും, ആശ്രയമായിരിരിക്കും. ദൈവം എളിയവന് വേണ്ടി ദൈവം സ്തോത്രം, അല്ലെങ്കിൽ ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പാഴ്മലകളിലും നീരുറവ ദൈവം തുറക്കുവാനിടയാകും. എളിയവന് വേണ്ടി സ്തോത്രം, ദൈവം പാഴും ശൂന്യമായി കിടക്കുന്ന മരുഭൂമിയിൽ കൂടെ തൻ്റെ ജനത്തെ കൊണ്ടുപോകുമ്പോൾ ദൈവം തൻ്റെ ജനത്തിന് കുടിക്കുവാൻ തീക്കൽ പാറയിൽ നിന്നും ഉറവകളെ തുറന്നു കൊടുക്കുവാനിടയായി. അവരുടെ ദാഹം തീർത്ത് അവർ തൃപ്തിയോടെ സ്തോത്രം, ഹല്ലേലൂയ, ആരോഗ്യത്തോടുകൂടെ അവർ നടക്കുവാനിടയായി മരുഭൂമിയിൽ കൂടെ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എളിയവരെ ആശ്വസിപ്പിക്കും. എത്ര കഷ്ടതയിൽ കൂടെ ദൈവവൈതലേ നീ കടന്നുപോയാലും ഒരു മനുഷ്യൻ പോലും നിനക്കൊരു ആശ്വാസവാക്ക് പറയുവാൻ, നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല എങ്കിലും ദൈവവചനം പറയുന്നു, ദൈവം എളിയവനെ ആശ്വസിപ്പിക്കും. ആകയാൽ പ്രിയ ദൈവവൈതലേ, എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന പട്ടികയിൽ ഈ ദിവസം എണ്ണുവാൻ തക്കവണ്ണം കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, രോഗബലഹീനതയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒരു നേരത്തെ ട്രീറ്റ്മെൻറ്റിനും അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ സ്തോത്രം കഴിവില്ലാതെ ഭാരപ്പെടുന്ന എത്രയോ കർത്താവിൻ്റെ സ്തോത്രം ദൈവമക്കൾ ഒത്തിരി പേരുണ്ട്. ദൈവദാസന്മാർ ഹല്ലേലൂയ, ഒത്തിരി പേർ കഷ്ടത അനുഭവിക്കുന്ന സ്തോത്രം ഈ സമയങ്ങളിൽ ഉപജീവനമില്ലാതെ ഒത്തിരി പേർ കഷ്ടത അനുഭവിക്കുന്ന ഈ ടാപ്പിംഗ് തൊഴിലാളികൾ, കൂലിപ്പണിക്കാരൊക്കെ വലിയ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. വാടക കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ ഭാരപ്പെടുന്നവർ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ കഷ്ടത അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ സ്തോത്രം, ദൈവദാസന്മാരെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എളിയവരെ ആദരിക്കുക, എളിയവർക്ക് വേണ്ടി കരുതുക. സ്തോത്രം, നമ്മുടെ നന്മയിൽ നിന്നും ഒരു പങ്ക് അല്ല സ്തോത്രം, കർത്താവിന് ഓഹരിയം സ്തോത്രം, ഒരു പങ്ക് എളിയവർക്ക് വേണ്ടി കരുതുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതം കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതേ സങ്കീർത്തനക്കാരൻ പാടുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ഇന്ന് പകലിൽ സ്തോത്രം കുഞ്ഞെ, എളിയവനെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അനർത്ഥ ദിവസത്തിൽ നിങ്ങളെയും വിടുവിക്കുവാനിടയാകും. നിങ്ങളെ വിടുവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കാനിടയാകും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. സ്തോത്രം, 3 അപ്പം ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 3 സ്തോത്രം, അപ്പം വായ്പ ചോദിച്ചവന് വേണ്ടുവോളം കൊടുത്ത ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ
തൻ്റെ ദൂതന്മാരെ ആ അപ്പവും വെള്ളവും ഇറച്ചിയും കൊടുത്ത് ആദരിച്ച അബ്രഹാമിൻ്റെ സന്തതികളെ 400 വർഷത്തിനു ശേഷം മരുഭൂമിയിൽ കാട് ഇറച്ചി കൊടുത്തും സ്വർഗീയ മന്ന കൊടുത്തും തീക്കൽ പാറയിൽ നിന്നും വെള്ളം കൊടുത്തും തൃപ്തിയാക്കി അനുഗ്രഹിച്ച ആ ദൈവം നമ്മെയും മറന്നു പോകത്തില്ല. എളിയവനെ ആദരിച്ചാൽ അനുഗ്രഹമുണ്ട്, ഭാഗ്യമുണ്ട് നിശ്ചയം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതം കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യൗവനക്കാരെ ഓർക്കുന്നു, കുഞ്ഞുമക്കളെ ഓർക്കുന്നു, വാർദ്ധക്യ മാതാപിതാക്കളെ ഓർക്കുന്നു, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവേ, ഭവനം നഷ്ടപ്പെട്ടവരെ ഓർക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കർത്താവേ സ്തോത്രം, മരുന്നിന് വേണ്ടി ഹല്ലേലൂയ കർത്താവേ കഷ്ടത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ദൈവം അവർക്കായി അത്ഭുതങ്ങളെ ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.